أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه ناصر का ഒരു ഫാത്തിഹ ഓതി മൈക്ക് ഓൺ ചെയ്യും. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹദീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, മൗന സമ്മതങ്ങൾ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിജ്ഞാന ശാഖയാണ് ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് സംസാരിക്കുകയാണ് ഹദീസിലൂടെ. അപ്പോൾ വളരെ അദബോടുകൂടെ, അച്ചടക്കത്തോടുകൂടെ നബിതങ്ങൾക്ക് മുമ്പിൽ നബിതങ്ങൾ നമ്മളോട് സംസാരിക്കുകയാണ് എന്ന നിയ്യത്തോടുകൂടെ നമ്മൾ ഇരിക്കണം. മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒക്കെ നബിതങ്ങൾ ജീവിച്ച സ്ഥലത്തുകൂടെ, മദീനയിലൂടെ ചെരുപ്പിട്ട് നടക്കാറില്ലായിരുന്നു. ഹദീസിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് വല്ല മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ എല്ലാം സഹിച്ചിരിക്കുമായിരുന്നു. തേള് കുത്തിയ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് തവണ അദ്ദേഹത്തെ തേള് കുത്തി, പക്ഷെ അദ്ദേഹം ക്ലാസ് നിർത്തിയില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് സംവദിക്കുകയാണ്, സംസാരിക്കുകയാണ്. ആ ആദരവ്, ബഹുമാനം കീപ്പ് ചെയ്ത് നമ്മളിരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ക്ലാസ് ഇൽമു പഠിക്കുമ്പോൾ ഉളുവോടുകൂടെ ഇരിക്കണം, തലമറച്ചിരിക്കണം. അതുപോലെ അത് ഹദീസ് കേൾക്കുമ്പോൾ തലമറക്കണം, ഉളുവോടുകൂടെ ഇരിക്കണം. കിബിലക്ക് തിരിയാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യണം. എഴുതാനുള്ളവർ എഴുതണം, വായിക്കാനുള്ളവർ വായിക്കണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ചോദിക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതെല്ലാ ക്ലാസ്സിനും ഉള്ളതാണ്. നമ്മുടെ ഫിഖ്ഹിന് മാത്രമല്ല, എല്ലാ ക്ലാസ്സിനും ബാധകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളീ പഠിക്കുന്നതിൻ്റെ, നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച വളരെ മഹത്വമുള്ള ദിവസമാണ്. ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ഒരുപാട് സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമാണ്. ഈ ഹദീസ് ഈ 3 ഹദീസുകളാണ് നമ്മൾ പറയുക. ഈ 3 ഹദീസുകൾ നമ്മൾ പറയുമ്പോഴേക്കും ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുക. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്തിൻ്റെ കൂലി മിനിമം ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നിങ്ങളോട് ഓരോ നിസ്കാരത്തിന് ശേഷവും 10 സ്വലാത്ത് വീതം ചൊല്ലാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ചൊല്ലുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലേ? അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നബിതങ്ങളുടെ വാക്ക്, നബിതങ്ങളുടെ പ്രവൃത്തികൾ, നബിതങ്ങളുടെ മൗന സമ്മതങ്ങളാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച, ഇമാം ബുഖാരിയിലും മുസ്ലിമിലും തിർമുദിയിലും ഒക്കെയുള്ള ഹദീസുകളുടെ ഒരു ശേഖരമാകുന്ന 40 ഹദീസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇമാം നവവി തങ്ങളുടെ 40 ഹദീസുകൾ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു ഹദീസാണ്, ഗ്രന്ഥമാണ്. അത് 40 ഹദീസ് മാത്രമല്ല, 40-ലേറെ ഉണ്ട് അതിൽ. നമ്മൾ ഒരു കല്യാണത്തിന്, നമ്മുടെ നാസർഖാൻ്റെ മകൻ്റെ കല്യാണത്തിന് ഒരു 500 പേർക്കുള്ള ബിരിയാണി വെക്കാൻ പറഞ്ഞാൽ ആ കാറ്ററിംഗുകാർ 500 പേർക്കുള്ളത് മാത്രമാണോ വെക്കുക? അല്ല, കുറച്ച് കൂട്ടി വെക്കും. ചിലപ്പോൾ ഒരു 600, ചിലപ്പോൾ ഒരു 550 പേർക്കുള്ളതൊക്കെ വെക്കും. അതെന്തിനാ? അത് ഉഷാറാവാനാണ്, അല്ലേ? അതേപോലെ 40 മാത്രമല്ല, 40-ലേറെ ഹദീസുകൾ ഉണ്ട്. ഒരുപാട് 40 ഹദീസുകൾ ക്രോഡീകരിച്ചത് കാണാം. 40 ഹദീസ് ഒരാൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ, അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അവന് സ്വർഗമുണ്ട് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 40 ഹദീസ് കാണാതെ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.
അപ്പോൾ എന്താ അപ്പം നമ്മൾ ഇമാം നവവി തങ്ങളുടെ ഹദീസ് ശേഖരിക്കാൻ കാരണം? ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ രണ്ടാം ഷാഫിഈ എന്നറിയപ്പെട്ട മഹാനാണ്. ഒന്നാം ഷാഫിഈ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, നമ്മൾ ഷാഫി മദ്ഹബുകാരാണ്. അപ്പം രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്നെങ്കിൽ എത്ര അറിവുണ്ടാവും? ഷേക്സ്പിയറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്നത്തെ ഷേക്സ്പിയറാണ് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ എത്രത്തോളം അദ്ദേഹം ഭാഷാപരമായി കഴിവുള്ള ആളായിരിക്കും? അല്ലേ? നിങ്ങളെന്താ ഒന്നും പറയാത്തത്? ഇതിലൂടെ ലൈക്കൊക്കെ അടിച്ച് വാരി വിതറി നിങ്ങൾ. റാഷിദ് പോലീസുകാരനാണ്. അപ്പം ഞാൻ പറയാണ്, നമ്മുടെ ക്ലാസ്സിൻ്റെ DGP ആണ് റാഷിദ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട ആളാണെന്നല്ലേ അർത്ഥം? അല്ലേ? ആ ആ അള്ളാഹു എല്ലാവർക്കും സ്ഥാനക്കയറ്റവും ജോലിയിലും ഒക്കെ ബർക്കത്തും ഐശ്വര്യവും വീടിലും കുടുംബത്തിലൊക്കെ നൽകട്ടെ. നമുക്കിത് വരക്കാം. അപ്പോൾ നമ്മളങ്ങനെ പറയലുണ്ടല്ലോ. അപ്പോൾ ഇമാം നവവി തങ്ങളെ ഇമാം രണ്ടാം ഷാഫിഈ എന്നാണ് അറിയപ്പെടുന്നത്. വലിയ പണ്ഡിതനാണ്. മഹാനവറുകളുടെ ഒരു പ്രധാനപ്പെട്ട കിതാബുണ്ട് മിൻഹാജ്. ആ മിൻഹാജിന് 110ഓളം 110ഓളം വ്യാഖ്യാനങ്ങൾ. ഒരു വ്യാഖ്യാനത്തിൽ അതിൽ ഒരു വ്യാഖ്യാനമാണ് തുഹ്ഫത്തുൽ മുഹ്താജ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തുഹ്ഫ. ആ തുഹ്ഫ 10 വാള്യാണ്. ഒരു വാള്യത്തിൽ ചുരുങ്ങിയത് 400 പേജുണ്ട്. അപ്പം 4000 പേജ്. അപ്പോൾ ഈ മഹാന്മാരൊക്കെ ജീവിതം എത്ര കാലം മാറ്റിവെച്ചു. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായൊരു ഗ്രന്ഥമുണ്ട് ഷർഹുൽ മുഹദ്ദബ്. അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഒരുപാട് വാള്യങ്ങളുണ്ട്. അദ്ദേഹം 44 വയസ്സ് വരെയാണ് ജീവിച്ചത്. വിവാഹം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാൻ മറന്നുപോയി. അപ്പോൾ സുബൈർ ഖാൻ്റെ അടുക്കൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. അള്ളാഹു ആ കുട്ടിക്ക് ബർക്കത്ത് ചെയ്യട്ടെ. സുബൈർ ഖാൻ കല്യാണം കഴിക്കാൻ മറന്നിട്ടില്ല. ഞാനും കല്യാണം കഴിക്കാൻ മറന്നിട്ടില്ല. കേൾക്കുന്ന നിങ്ങളൊന്നും കല്യാണം കഴിക്കാൻ മറന്നിട്ടില്ല. നമ്മൾ ആ സമയമായപ്പോൾ നമ്മളത് ഓർത്ത് വെച്ച് കല്യാണം കഴിച്ചു. മഹാനവറുകൾ വിവാഹം കഴിക്കാൻ മറന്നുപോയി. മഹാനവറുകൾ 18ാമത്തെ വയസ്സിലാണ് പഠനം തുടങ്ങുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. 18ാമത്തെ വയസ്സിൽ പഠനം തുടങ്ങാൻ വാപ്പ എത്തിച്ചു കൊടുക്കുന്ന ഹലാലായ ഭക്ഷണം മാത്രമേ അദ്ദേഹം കഴിച്ചിട്ടുള്ളൂ. വാപ്പ വലിയ ബിസിനസ്സുകാരനാണ്, കച്ചവടക്കാരനാണ്. ആ കച്ചവടക്കാരൻ കൊടുക്കുന്ന ഹലാലായ ഭക്ഷണം, ഉറപ്പുള്ള ഭക്ഷണം മാത്രമേ മഹാനവറുകൾ കഴിച്ചിട്ടുള്ളൂ. ചെറുപ്പകാലത്ത് അദ്ദേഹം ഇത്ര ഉയരങ്ങളിലെത്താൻ ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. സുബൈർക്ക ആ മകളും കേട്ടോട്ടെ. വാപ്പ ഉമ്മ അവരെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. ഉമ്മ ചെറുപ്പത്തിൽ രാത്രിയിൽ മകനോട് പറഞ്ഞു, ഇമാം നവവി തങ്ങളോട് പറഞ്ഞു, മോനെ കുറച്ച് വെള്ളം വേണം എനിക്ക് കുടിക്കാൻ. ശ്രദ്ധിക്കണേ, ഒരു ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ 4 ആൾ കൂടിയിരിക്കുകയാണ്. സുബൈർക്കയും സുബൈർക്കാരൻ്റെ മകളും സുബൈർക്കാരൻ്റെ മകനും ഭാര്യ ഇരിക്കാൻ നോക്കുക. സുബൈർക്ക പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് മോളോട് പറഞ്ഞു. അപ്പോൾ മോള് പറയും, മോനോട് പറയും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട്. അത് ഉമ്മാനോട് പറയും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട്. അങ്ങനെ ആരോ പറഞ്ഞ് അവസാനം കൊണ്ടുവന്ന് കിട്ടും. പക്ഷേ ഈ ഇമാം നവവി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ ഉമ്മ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ വെള്ളം എടുത്ത് കൊണ്ടുവന്നു. അപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയിരുന്നു. നമ്മളെന്ത് ചെയ്യുക? നമ്മൾ ചെയ്യുന്നത് ഒക്കെ പാടെ പറയില്ല കേട്ടോ, ഏതെങ്കിലും ഒന്നേ പറയുള്ളൂ. നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെടും. ദേഷ്യപ്പെടാൻ പാടില്ല, അമ്മമാരോടല്ലേ ദേഷ്യപ്പെടാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഉറക്കത്തുനിന്ന് വിളിച്ചും അല്ലേ, ഉമ്മങ്ങൾ വെള്ളം കുടിച്ചല്ലേ. പക്ഷെ മഹാനവറുകൾ അവിടെ തന്നെ നിന്നു. ഉമ്മ ഉണരോളം നിന്നു, വെള്ളം കൊണ്ട് നിന്നു. വെള്ളം പിടിച്ചെന്ത് ചെയ്തു? ഉമ്മ ഉണരോളം നിന്നു. അപ്പോൾ ഉറക്കത്തുനിന്ന് ഉണർന്നു. രാത്രി കുറച്ച് വൈകിയപ്പോൾ ഉമ്മ എഴുന്നേറ്റപ്പോൾ വെള്ളവുമായി മകൻ നിൽക്കുന്നു. എന്തുണ്ടാവും ഉമ്മാൻ്റെ സന്തോഷം? കണ്ണ് നിറച്ച് മഹാനവറുകൾക്ക് വേണ്ടി ഉമ്മ ദ്വാരുന്നു. ആ ഉമ്മേൻ്റെ ദ്വാരുന്നു, പടച്ചോനെ എൻ്റെ മോനെ ഈ ലോകം അറിയുന്ന വലിയ പണ്ഡിതനാക്കണം. ആ ഉമ്മയുടെ ദുആ കൊണ്ടാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇത്ര പ്രസിദ്ധനായി എന്ന് ചരിത്രത്തിൽ കാണാം. മറ്റൊരു ഉമ്മയുടെ മഹത്വം കൂടി ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മഹാനവറുകൾക്ക് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഉമ്മയുടെ കരഞ്ഞുള്ള ദുആ കൊണ്ട് അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച കിട്ടിയിരുന്നു. ഇമാം ബുഖാരി എന്ന് പറഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരി ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ കിതാബാണ്. ഖുർആനാണ് ഏറ്റവും പ്രബലമായ കിതാബ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉമ്മത്തിൽ ഏറ്റവും പ്രബലമായ കിതാബ് സ്വഹീഹുൽ ബുഖാരിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, മാതാവിനോടുള്ള ആ ബാധ്യതകളും പിതാക്കന്മാരോടുള്ള ബാധ്യതകളും ഒക്കെ നിർവഹിച്ച് അവരുടെ ഗുരുത്വവും പൊരുത്തവും നേടി സമ്പാദിച്ചതുകൊണ്ടാണ് വലിയ വലിയ സ്ഥാനത്ത് മഹാന്മാരെത്തിയത്.
അപ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരുപാട് കിതാബ് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഷാഫി മദ്ഹബിലെ പ്രഗത്ഭരായ രണ്ട് പണ്ഡിതന്മാർ, ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം റാഫി റളിയല്ലാഹു അൻഹു, രണ്ടുപേരുണ്ട്. അതിൽ പ്രസിദ്ധരാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഷാഫി മദ്ഹബിലെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തിനെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അസ്ഹാബുമാരുമായിട്ടുള്ള വാക്കുകളും അവരുടെ ചിന്തകളും അവരുടെ ഇബാറത്തുകളൊക്കെ കൊണ്ട് അത് തർജീഹ് ചെയ്യാൻ, പ്രബലപ്പെടുത്താൻ യോഗ്യതയുള്ള മഹാന്മാരാണ് ഇവർ രണ്ടുപേരും തമ്മിൽ വല്ല അഭിപ്രായ വ്യത്യാസവും വന്നു കഴിഞ്ഞാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെയാണ് മുന്തിക്കേണ്ടത്. അപ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെയും പേരിലൊരു ഫാത്തിഹ ഓതി ഒന്ന് ദുആ ചെയ്താൽ അത് പെട്ടെന്ന് നമുക്ക് മാറി കിട്ടും. ഇൻഷാ അല്ലാഹ്. പോവല്ലേ? കയറല്ലേ? ഹദീസിലേക്ക് പോവല്ലേ? എവിടെ നിങ്ങൾ? ഇവിടെ എല്ലാവരും ഇല്ലേ? സുബൈർക്ക എല്ലാവരും എത്തിയില്ലേ? ഈ മുഹമ്മദ് തമീം പറഞ്ഞ ആൾ പുതിയ ആളാണോ? റാഹിദ്, സുബൈർ, റാഷിദ്, ഉസ്മാൻക, മുഹമ്മദ് തമീം ആരാ? പുതിയ സ്റ്റുഡൻ്റ് ആണോ? എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടാ? പറയും, മൈക്ക് ഓൺ ചെയ്ത് പറയും. നമ്മുടെ ഖത്തറത്തെ ആളാണോ? ഖത്തർ ഭരണാധികാരി തമീം? ചിലപ്പോൾ ആയിരിക്കില്ലേ? ഒന്നും പറയണില്ല ഇവരെന്ത് മനുഷ്യന്മാരാ? നിങ്ങളും പറയും, മൈക്ക് ഓൺ ചെയ്ത് പറയും. ഹഫീസ് ഓക്കെ അല്ലേ? ഹഫീസ് വീഡിയോ ഓൺ ചെയ്തിട്ടില്ല, വീഡിയോ ഓൺ ആക്കിയില്ല. ആ കുഴപ്പമില്ല വേണ്ട. തമീം ആരാണ്? തമീം ഉണ്ടില്ല. ഓക്കെ. ഒന്നാമത്തെ ഹദീസ് അൽ ഹദീസുൽ അവ്വൽ, ആത്മാർത്ഥതയെക്കുറിച്ച് പറയുന്ന ഹദീസാണ്. ആത്മാർത്ഥമായി നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്ന ഹദീസാണ്. ഏത് വിഷയത്തിലും നമ്മൾ ആത്മാർത്ഥത കാണിക്കണം. അൻ അമീരിൽ മുഅ്മിനീൻ അബി ഹഫ്സിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അമീറുൽ മുഅ്മിനീൻ എന്ന് സ്ഥാനപ്പേര് ഖലീഫമാർക്ക് കിട്ടിയതിൽ ആദ്യത്തെ സ്ഥാനപ്പേര് കിട്ടിയത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്. ജുനൈദിന് ഫോൺ കൊടുക്കുകൊണ്ട് വീട്ടിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന്. അതോ അപ്പോൾ അമീറുൽ മുഅ്മിനീൻ എന്ന് സ്ഥാനപ്പേര് കിട്ടി. ഖലീഫമാരിൽ ആദ്യത്തെ ആളാണ്. 4 ഖലീഫമാരാണുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉമർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടാവും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു. ആദ്യത്തെ 2 ഖലീഫമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും മകളെ, അവർ രണ്ടുപേരുടെയും മകളെ ആര് കല്യാണം കഴിച്ചിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നബി തങ്ങളും മരുമക്കളാണ്. ഇവർ രണ്ടുപേരും അമ്മോശന്മാരാണ്. പിന്നെ 2 ഖലീഫമാർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും നബി തങ്ങളുടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നബി തങ്ങൾ അവരുടെ അമ്മോശനാണ്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബി ഹഫ്സ് എന്നാണ് നബി തങ്ങളുടെ ഭാര്യയുടെ പേര്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായ ഹഫ്സ് എന്നവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അബൂ ഹഫ്സ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നേ കാല, മഹാനവറുകൾ പറയാം, സമിഅ്തു ഞാൻ കേട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടു, യഖൂൽ നബി തങ്ങൾ പറയുന്നതായിട്ട് കേട്ടു. നബി തങ്ങൾ പറയാം, നബി തങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത് കേട്ടോ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഇന്നമൽ അഅ്മാലു മുഴുവൻ പ്രവർത്തനങ്ങളും ബിന്നിയാത്തി നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ്. എല്ലാ പ്രവർത്തനങ്ങളും, നമ്മൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ് എന്താകുന്നത്, സ്വീകരിക്കപ്പെടുന്നത്. നിസ്കരിക്കുന്നു, നിസ്കാരം ഒരു പ്രവർത്തനമാണ്, നിയ്യത്ത് വേണം. സക്കാത്ത് ഒരു പ്രവർത്തനമാണ്, നിയ്യത്ത് വേണം. സ്വതക്ക പ്രവർത്തനമാണ്, നിയ്യത്ത് വേണം. വുളൂ പ്രവർത്തനമാണ്, നിയ്യത്ത് വേണം. കുളിക്കൽ ഒരു പ്രവർത്തനമാണ്, നിയ്യത്ത് വേണം. ഫറളും സുന്നത്തുമായ മുഴുവൻ പ്രവർത്തനങ്ങളും, നമ്മൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അത് സ്വീകരിക്കപ്പെടുന്നത്
എന്തുകൊണ്ടാണ്? നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതുക, ആത്മാർത്ഥത കാണിക്കുക. നിസ്കരിക്കുമ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുകയാണെന്ന് നിയ്യത്ത് ചെയ്യുക. വ ഇന്നമ തീർച്ചയായും ലിക്കുല്ലിംബ്രിഇൻ മുഴുവൻ മനുഷ്യന്മാർക്കും ലഭിക്കും മാനവ മാ ഒരു കാര്യം നവ അവൻ കരുതിയ കാര്യം. ഓരോരുത്തരും എന്താണോ വിചാരിച്ചത് അതാണ് അവന് കിട്ടുക. ഓരോരുത്തർ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവന് കിട്ടുക. ശ്രദ്ധിക്കണേ. ഫമൻ അപ്പോൾ ഒരാൾ കാനത്ത് ഹിജ്റത്തുഹു അവൻ ഹിജ്റ പോയത് ഇലല്ലാഹി അള്ളാഹുവിലേക്കും റസൂലിഹി അള്ളാഹുവിൻ്റെ റസൂലിലേക്കുമാണ്. അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കുമാണ് ഹിജ്റ പോയത്. അള്ളാഹുവിനെ ആരാധിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ടനുസരിച്ച് ജീവിക്കാനും വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ഹിജ്റക്ക് പോയാൽ ഫഹിജ്റത്തുഹു അവൻ്റെ ഹിജ്റ ഇലല്ലാഹി വ റസൂലിഹി അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കുമാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞിട്ട് അള്ളാഹുവിനെ ആരാധിക്കാനും അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടും റസൂലുള്ളാഹിനെ വഴിപ്പെട്ടുകൊണ്ടുമാണ് എന്ത് ചെയ്യുന്നത്? ഹിജ്റ ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രതിഫലം അള്ളാഹു നൽകും. അവൻ്റെ ഹിജ്റ സ്വീകരിക്കും. നാട് വിട്ടു പോകേണ്ടി വന്നല്ലോ. മക്കയിൽ നബിതങ്ങൾ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. ആദ്യം അടുത്ത കുടുംബക്കാരെ എന്ത് ചെയ്തു? ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. കുറച്ചാളുകൾ വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആണുങ്ങളിൽ 40-ാമത്തെ ആളായിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം ശത്രുപക്ഷത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി സമ്മാനം നേടാൻ വേണ്ടി വരുന്ന വഴിയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രം അറിയാം. ഒരാൾ പറഞ്ഞു, വീട്ടുകാരെ നന്നാക്കിയിട്ട് പോരെ എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങള് ഇസ്ലാം സ്വീകരിച്ചു, പെങ്ങളും അളിയനും. അപ്പോൾ പെങ്ങളെ അടിച്ചു, അളിയനെയൊക്കെ അടിച്ച് പരിപ്പാക്കി. അപ്പോൾ ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടു. ഖുർആൻ അതൊന്നുകൂടി ഓതിത്തരുമെന്ന് ചോദിച്ചു. ഓതണമെങ്കിൽ ഉളു വേണം. അങ്ങനെ ഉളു എടുത്ത് ശുദ്ധിയായി കാര്യങ്ങളൊക്കെ ചെയ്ത് ഖുർആനൊക്കെ കേട്ട് അങ്ങനെ മാനസാന്തരപ്പെട്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ആണുങ്ങളിൽ 40-ാമത്തെ ആളായിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. മൊത്തം കണക്ക് നോക്കുമ്പോൾ പെണ്ണുങ്ങളെയും കൂടി കൂട്ടുകയാണെങ്കിൽ 52-ാമത്തെ ആളായിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ എത്ര നോക്കിങ്ങൾ എത്ര ആളാണ് മുസ്ലിങ്ങളായിട്ടുള്ളത്? അപ്പോൾ ശത്രുക്കളുടെ ഭാഗത്തുനിന്നുള്ള പീഡനങ്ങൾ, നിബിധങ്ങൾക്ക് പീഡനങ്ങൾ, വിശ്വസിച്ചവർക്ക് പീഡനങ്ങൾ, ഇതൊക്കെ കേട്ട് 13 കൊല്ലം മക്കയിൽ നിബിധങ്ങൾ താമസിച്ചു. 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോയി. ഹിജ്റ പോകാൻ ആദ്യം അതിൻ്റെ മുമ്പ് 2 സ്ഥലത്ത് ഹിജ്റ പോയിരുന്നു. അവിടുന്ന് പിന്നെയാണ് മൂന്നാമതാണ് മദീനയിലേക്ക് എന്താകുന്നത്? ഹിജ്റ പോകുന്നത്. അപ്പോൾ ഹിജ്റ പോയ സമയത്ത് നാടും വീടും കുടുംബവും സ്വത്തൊക്കെ ഉപേക്ഷിച്ചാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പറയാം ഇവിടുന്ന് പോകണം, ഇവിടെ ജീവിക്കാൻ പറ്റൂല, അപ്പം നമ്മുടെ സ്വത്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, നമ്മുടെ സ്ഥലങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഇവൻ്റെ മനസ്സിലെന്താ ഉള്ളത്? അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും വഴിപ്പെടുകയാണ് എന്ന നിയ്യത്തോടു കൂടെയാണ് പോകുന്നത് എങ്കിൽ അവന് പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. ഇനി നോക്ക്, അവൻ ഒരാൾ കാനത്ത് ഹിജ്റത്തുഹു അവൻ്റെ ഹിജ്റയായിരിക്കുന്നു ലിദുനിയ ദുനിയാവിന് വേണ്ടിയായിരിക്കുന്നു, യുസീബുഹ നേടിയെടുക്കാൻ വേണ്ടി, ദുനിയാവ് നേടിയെടുക്കാൻ. അവിടെ പോയിട്ട് കുറച്ച് കച്ചവടം ചെയ്യാം. കച്ചവടം ചെയ്താൽ അവിടെ നല്ല മാർക്കറ്റാണ്. അപ്പോൾ കച്ചവടം ചെയ്യാൻ വേണ്ടി പോയതാണ്. അല്ലെങ്കിൽ അവിമ്രഅത്തിൻ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വേണ്ടിയാണ്, യൻകിഹുഹ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഹിജ്റ പോകുന്നത്. ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി അപ്പോൾ അവൻ്റെ ഹിജ്റ അവൻ എന്തിനാണോ പോയത് അതിനാ കിട്ടുക. അപ്പോൾ അവന് കച്ചവടം ചെയ്യാൻ പറ്റും. പെണ്ണിനെ ഉദ്ദേശിച്ച് പോയാൽ പെണ്ണിനെ കെട്ടാൻ പറ്റും. വേറൊന്നും പറ്റൂല. വേറൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കൂലി കിട്ടൂല. അള്ളാഹുവിൽ നിന്നുള്ള ആ ഹിജ്റ പോയ ആളുകൾക്കുള്ള വലിയ പ്രതിഫലമുണ്ട്. ആ വലിയ പ്രതിഫലം ഇവർക്ക് ലഭിക്കൂല. കാരണം ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു? കച്ചവടം ചെയ്യണം, ദുനിയാവ് സമ്പാദിക്കണം, ബിസിനസ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ഏത് കാര്യവും നല്ല നീയത്തോടു കൂടെയാണ് നമ്മൾ പോവേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുക. നബി തങ്ങളുടെ സംസാരത്തിൻ്റെ ശൈലി നോക്ക് നിങ്ങൾ. ഇവിടെ ആളെ പേരൊക്കെ അറിയാം. ആരൊക്കെയാണ് സ്വന്തം കച്ചവടത്തിന് പോണത്, ആരൊക്കെയാണ് ഭാര്യയെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പോകണമെന്നൊക്കെ റസൂലുള്ളാഹിക്ക് അറിയാം. പക്ഷെ പേര് പറഞ്ഞില്ല, വിഷയമാണ് പറഞ്ഞത്. ഇതുപോലെയാവണം നമ്മളും. ഞാൻ ഈ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ നമ്മുടെ സുബൈർ ഖാൻ എനിക്ക് പറയണം. സുബൈർ ഖാൻ പറഞ്ഞു, സുബൈർ ഖാൻ ആൾ ശരിയല്ല, സുബൈർ ഖാൻ മഹാ തരികിടേന് എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ സുബൈർ ഖാൻ എന്താ വിചാരിച്ച? ഇയാൾ ഭയങ്കര ഇറങ്ങാറായല്ലോ, എൻ്റെ തരികിടയൊക്കെ എങ്ങനെ പോയി ഇയാൾ ഇറങ്ങിയെന്ന് വിചാരിച്ചു. നേരെ മറിച്ച് ഞാൻ പറയണം, തരികിട കളിക്കരുത് ആരും. ക്ലാസ്സിന് കൃത്യമായി പങ്കെടുക്കണം. വീഡിയോ ഓഫ് ചെയ്ത് ഫോൺ അവിടെ വെച്ച് വേറെ എവിടേക്കും പോകരുത്. അപ്പോൾ പറയുമ്പോൾ എന്താ, അപ്പോൾ ഏകദേശം 2-3 ആളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർക്കൊക്കെ തോന്നും ഇത് പിന്നെ തന്നെയാണല്ലോ പറയുന്നത്. അപ്പോൾ അത് മാറ്റും. നേരെ മറിച്ച് ഞാൻ പറയാണ്, നമ്മുടെ
ഹഫീസ് വീഡിയോ ഓൺ ആക്കിയിട്ടില്ല, ഹഫീസ് എന്താ ചെയ്യുന്നത്, ഫോൺ അവിടെ ഓണാക്കിയിട്ട് വേറെ എവിടെയോ വേണം എന്ന് ഞാൻ പറഞ്ഞാൽ അപ്പോൾ ഹഫീസിന് അതൊരു വിഷമായിരിക്കും. സംഗതി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ വിഷമായിരിക്കും. അപ്പോൾ നമ്മൾ പറയാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ശൈലി അങ്ങനെ ആവണം. എന്ത് നല്ല നിലക്ക് ആ കാര്യം നന്നാവണം, ആളുകൾ നന്നാവണം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ പ്രശ്നമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, ആളുകളെ അല്ല, പ്രശ്നക്കാരെ അല്ല. ഒരു കള്ളു കുടിക്കുന്ന ഒരാൾ അപ്പോൾ നമ്മൾ എന്താണ് പ്രസംഗിക്കുകയാണ്, ഓൻ അല്ലെങ്കിൽ ഭയങ്കര കുടിയനാണ്, അവൻ കുടിച്ച് വീട്ടിലൊന്നും ഓനും ആരെയും നോക്കുന്നില്ല, ഭയങ്കര കള്ളുകുടിയനാണ്, തെറ്റ് ചെയ്ത് കിടക്കുന്ന ആളാന്ന് പറഞ്ഞാൽ അവനെ പിന്നെ നമ്മളെ കാണുമ്പോൾ നമ്മളോട് പിന്നെ പള്ളിക്ക് വരാനോ നമ്മളോട് സംസാരിക്കാനോ നമ്മളെ കാണുമ്പോൾ മറ്റേ ഓടിപ്പോവും. ഈ കുട്ടികൾ പണ്ട് പറഞ്ഞില്ലേ ഖിയാമത്ത് അടയാളം പറഞ്ഞപ്പോഴേ, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഉസ്താദ്. അപ്പോൾ ദാബത്തുൽ അർള് വരും, യജൂജ് മജൂജ് വരും, ദജ്ജാല് വരും, പടിഞ്ഞാറുനിന്ന് സൂര്യൻ ഉദിക്കും. അപ്പോൾ ഒമ്പൻ ചോദിക്കുക, കുട്ടി ചോദിക്കുകയാണ് അന്ന് മദ്രസ ഉണ്ടാവുമോ? ഓനക്ക് ബേജാറന്ന് മദ്രസ ഉണ്ടാവുന്നതാണ്. ദാബത്തുൽ അർളും ദജ്ജാല് വരണമെന്നല്ല അവന് വലിയൊരു പ്രശ്നം. അന്ന് സദർ ഉസ്താദ് വരുമോ, പ്രധാനപ്പെട്ട ഉസ്താദ് വരുമോ എന്നുള്ളതാണ് അവൻ്റെ പേടി. അപ്പം അതേപോലെ ഈ ആളുകൾ എന്ത് ചെയ്യണം, നമ്മൾ ആളുകളോട് നല്ല മാന്യമായി പെരുമാറണം. അതാണ് നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ, ഈ ആളെ ആരാന്നറിയാം, പെണ്ണിനെ കെട്ടാൻ വേണ്ടി, പെണ്ണ് ഹിജറ പോയപ്പോൾ പെണ്ണിനെ കെട്ടാൻ വേണ്ടി ഹിജറക്ക് പോയ ആരാന്നൊക്കെ അറിയാം. പക്ഷെ അവരെ പേര് ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയില്ല, നബി തങ്ങൾ ഉച്ചരിച്ചിട്ടില്ല. ഉച്ചരിക്കാതിരുന്നത് അവിടെ വിഷയം നന്നാക്കിയാൽ മതി. ആളുകൾ പല പല ചിന്തകളും പല പല പ്രവർത്തനങ്ങളും ചെയ്യും. ആ പ്രവർത്തനങ്ങൾ മോശമായ പ്രവർത്തനങ്ങളും മോശമായ കാര്യങ്ങളും അത് മോശമാണെന്നുള്ള ബോധ്യപ്പെട്ടുകൊണ്ട് അതിന് പിന്മാറുക എന്നാണ് നബി തങ്ങളുടെ ശൈലി. ഇതുപോലത്തെ ശൈലിയാവണം നമ്മളും. നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? റെഡിയാണോ? റാഷിദ, ബേർക്ക, ഉസ്മാൻക്ക, ബഷീർക്ക, സാഹിദ് അല്ലേ, ഹഫീസ്, നാസർക്കൊന്നും പറഞ്ഞില്ലല്ലോ. റവാഹു, ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇമാമൽ മുഹദ്ദിസീൻ, മുഹദ്ദിസീങ്ങളുടെ രണ്ട് ഇമാമുമാർ. അതാരാ? അബൂ അബ്ദില്ലാഹ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിൻ മുഗൈറത്ത് ബിൻ ബർദിസ്ബത്ത് അൽ ബുഖാരിയുൽ ജുഅഫിയു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വേറെ ഇമാമാരാണ് അബുൽ ഹുസൈൻ മുസ്ലിം ബിൻ ഹജ്ജാജ് ബിൻ മുസ്ലിം അൽ കുശൈരിയു നൈസാബൂരിയു റളിയല്ലാഹു അൻഹുമാ ഫി സ്വഹീഹൈഹിമാ അല്ലദീന ഹുമാ അസഹുൽ കുത്തുബിൽ മുസന്നഫ. രചിക്കപ്പെട്ട കിതാബുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിലും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹീഹ് മുസ്ലിമിലും ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. പല ആളുകളും ഈ ഒരു ഹദീസ് കൊണ്ടാണ് കിതാബ് തുടങ്ങിയിട്ടുള്ളത്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മുടെ നിയ്യത്താണ്, നമ്മുടെ കരുത്ത്. നിയ്യത്ത് നന്നായാൽ നിയ്യത്ത് പോലെയാണ് മയ്യത്ത് എന്നൊക്കെ പറയും. നിയ്യത്ത് പോലെയാണ് നിയ്യത്ത് നന്നാവുന്നത്. അപ്പോൾ നമ്മളൊരു നിസ്കരിക്കാം. നാളെ എന്താഴ്ച? നാളെ വെള്ളി. അടുത്ത തിങ്കളാഴ്ച നമ്മൾ നോമ്പ് നോക്കാൻ വിചാരിക്കുക. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ്. പിന്നെ അന്ന് 13, 14, 15 വെളുത്തവാവിൻ്റെ അല്ലെങ്കിൽ 27, 28, 29 മാസങ്ങളിലാണെങ്കിൽ കറുത്തവാവിൻ്റെ സുന്നത്ത് നോമ്പ് കിട്ടും. അതുപോലെ അറഫ, ഉദാഹരണം പറയാം, അറഫ ദിവസമാണെങ്കിൽ അറഫൻ്റെ സുന്നത്ത് നോമ്പ് കിട്ടും. അല്ലെങ്കിൽ മുഹറം 9, 10 ആണെങ്കിൽ അതിൻ്റെ കൂട്ടും. അതൊക്കെ നമ്മൾ കരുതിയാൽ എല്ലാം കിട്ടും. പിന്നെ റമളാൻക്ക് ഒരു നോമ്പ് കളാവ് കിട്ടാനുണ്ട്, അത് കരുതി ആ കളാവ് വീട്ടിൽ വീടുകയും ചെയ്യും. അപ്പോൾ നോക്ക് നിങ്ങൾ, നമ്മൾ ഒരു പ്രവൃത്തിയെ ചെയ്യുന്നുള്ളൂ, ആ ഒരു പ്രവൃത്തിക്ക് ഫലം ചെയ്യാൻ. ഉളു കൊടുത്തു, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഉളു കൊടുത്ത് ഫിഖയിൽ പറഞ്ഞിരുന്നു. ഉളു കൊടുത്തതിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ. അത് നേരെ പള്ളിയിലേക്ക് കയറിയപ്പോൾ അതും തഹിയ്യത്ത് നിസ്കാരവും ളുഹറിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവുമാണ്. ഈ 3 നമ്മൾ കരുതിയാൽ 3 കൂലി കിട്ടും. 3 സെപ്പറേറ്റ് ചെയ്താൽ കൂലി വലുതാവും കേട്ടോ. ഉളുവിൻ്റെ സുന്നത്ത് 2 നിസ്കരിച്ചു, അതിന് വേറെ കൂലി കിട്ടും. പിന്നെ 2 റക്അത്ത് എന്തിനു നിസ്കരിച്ചു? തഹിയ്യത്ത് നിസ്കരിച്ചു, അതിന് വേറെ കൂലി കിട്ടും. അതുപോലെ 2 റക്അത്ത് ളുഹറിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചു, അതിന് വേറെ കൂലി കിട്ടും. ഓരോന്ന് ചെയ്യുന്നതിന് ഓരോ കൂലിയാണ്, അത് വേറെ വിഷയം. പക്ഷേ നമ്മുടെ നിയ്യത്ത് എന്താണോ ഒരു വിഷയത്തിന്, ഒരു പ്രവർത്തനത്തിന്, ആ നിയ്യത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് കരുതുകയാണെങ്കിൽ അതിന് വലിയ പ്രതിഫലം നമുക്ക് കിട്ടും. അതൊക്കെ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അടുത്തത് പറയട്ടെ. എന്തെങ്കിലും പറയണ്ട? നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട?
സുബേർക്ക ഇതും പറയണം. ആ സുന്നത്ത് ഇപ്പൊ ഉദുവിന്റെ സുന്നത്തും തഹിയ്യത്തും ഒന്നിച്ചു പറഞ്ഞില്ലേ ഞാൻ? അത് പറ്റൂല. അത് 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 ഭയങ്കര ഡീസലും പെട്രോളും ഒരു വണ്ടിയിൽ ഒഴിക്കാൻ പറ്റുമോ? നോമ്പ് വേറെ. ഇത് നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞാൽ നിസ്കാരം ഫർള് കരുതൽ നിർബന്ധമാണ്. നിസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ് നിയ്യത്ത്. നിസ്കാരത്തില് ഫർള് എന്ന് കരുതൽ നിർബന്ധമാണ്. ഇപ്പോൾ ഒരാൾ നമ്മൾ പള്ളിയിൽ കയറുന്ന സമയത്ത് ഓരോ ജമാഅത്ത് ളുഹുർ നടക്കുന്നുണ്ട്, ളുഹുർ ജമാഅത്ത് നടക്കുന്നുണ്ട്, അതിൽ കയറിയാൽ തഹിയ്യത്ത് എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്നുള്ള തേട്ടം ഒഴിവാകും. കാരണം നിസ്കരിച്ചിട്ടാണല്ലോ നമ്മൾ പള്ളിയിൽ ഇരുന്നിക്കുന്നത്. അപ്പോൾ രണ്ടരക്കാത്ത് നിസ്കരിക്കാതെ പള്ളിയിൽ ഇരിക്കരുത് എന്നൊരു കൽപ്പന ഉണ്ട് റസൂലുള്ളാഹിന്റെ. ആ തേട്ടം ഒഴിവാകും. ഇൻഷാ അല്ലാഹ് പോട്ടെ എന്നാ പറയട്ടെ. അൻ ഉമർ റളിയല്ലാഹു അൻഹു ഐലൻ ആൾസോ, ഐലൻ എന്ന് പറഞ്ഞാൽ ആൾസോ, ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഇതും പറയുന്നത്. നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു. വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു ഖാൽ ബൈനമാ നഹ്നു ജുലൂസുൻ ഞങ്ങൾ ഇരിക്കുകയായിരുന്നപ്പോൾ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നപ്പോൾ റാത്ത യൗമിൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അത് നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരാം. ഇത് ആ സമയത്ത് ത്വലാ അലൈന ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു റജുലുൻ ഒരു മനുഷ്യൻ. പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞ ഒരാൾ വന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? ഒരു മനുഷ്യൻ വന്നു. ഷദീദു ശക്തമായിരിക്കുന്നു, ബയാലി സിയാബി വസ്ത്രത്തിന്റെ വെളുത്ത വസ്ത്രം, ശക്തമായ വെളുപ്പ്. അപ്പൊ നല്ല വെളുത്ത വസ്ത്രം ധരിക്കണം. ഈ മഞ്ഞയും കറുപ്പും ചുവപ്പും നീലയൊന്നും പറ്റില്ല. അപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുക? നല്ല വെള്ള കുപ്പായം, വെള്ള തുണി. കരയൊന്നും വേണ്ട. നമ്മളെന്തിനാ കരയണേ? കരയുള്ള തുണിയൊന്നും എടുക്കണ്ട. കരയാൻ തന്നെ പാടില്ല. നല്ല അടിപൊളി വെള്ള തൊപ്പി. ഇങ്ങനത്തെ തൊപ്പി ഒഴിവാക്കുക. പുള്ളിയിൽ കറക്റ്റ് വെള്ള തൊപ്പി. അത് ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കാണിച്ചാൻ വേണ്ടി പറഞ്ഞു. എന്താ പറഞ്ഞു? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഇത് ആ സമയത്ത് ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു റജുലുൻ ഒരു മനുഷ്യൻ. ഷദീദു ബയാലി സിയാബി, സിയാബ് പറഞ്ഞ വസ്ത്രം, ബയാൽ പറഞ്ഞ വെളുപ്പ്, ഷദീദ് പറഞ്ഞ ശക്തമായ വസ്ത്രത്തിന്റെ വെളുപ്പ് നിറം ശക്തമായ, വളരെ ശക്തമായ കഠിനമായ വെളുപ്പ്, നല്ല വെളുത്ത നിറം ഉള്ള വസ്ത്രം ധരിച്ച ഒരാൾ. അതുപോലെ ഷദീദു സവാദി ഷഅർ, മുടിയുടെ കറുപ്പ് ശക്തമായ, നല്ല ശക്തമായ കറുപ്പ് നിറമുള്ള നല്ല ശക്തമായ കറുപ്പ് നിറം മുടിയുള്ള ഒരാൾ വന്നു. ലാ യുറാലേഹി, അദ്ദേഹത്തിന്റെ മേൽ കാണപ്പെടുന്നില്ല അസറു സഫരി, യാത്രയുടെ അടയാളം. ദൂരം യാത്ര ചെയ്ത് വരുന്നു എന്നല്ല, കുറേ ദൂരം. ഞങ്ങൾക്ക് പരിചയമല്ല അദ്ദേഹത്തെ, ഞങ്ങൾക്ക് പരിചയമൊന്നുമില്ല. പക്ഷെ ദൂരം യാത്ര ചെയ്ത് വരുമ്പോഴുള്ള അടയാളം, ക്ഷീണമോ തളർച്ചയോ ഒന്നും അദ്ദേഹത്തിന്റെ മുഖത്തില്ലേനു. ലാ യുറ, കാണപ്പെടുന്നില്ല അലേഹി അദ്ദേഹത്തിന്റെ മേൽ അസറു സഫർ, യാത്രയുടെ അടയാളം. ഓക്കെ ആണോ? ക്ലിയർ ആണോ ഉസ്മാൻക? എവിടെ ഉസ്മാൻക? വലാ യഅരിഫു, അദ്ദേഹത്തെ അറിയൂല. മിൻഹ, ഞങ്ങളിൽ നിന്ന് അറിയൂല. അഹദുൻ, ഒരാളും അറിയില്ല. ഞങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തെ അറിയില്ല, പരിചയമില്ല. യാത്ര ചെയ്ത് വന്നതിൻ്റെ ലക്ഷണമില്ല. നല്ല അടിപൊളി മുടിയൊക്കെ കറുത്ത മുടിയായിട്ട്, വെള്ള വസ്ത്രം വളരെ കഠിനമായ വെളുപ്പായിട്ട്. അങ്ങനെ ജലസ, അദ്ദേഹം ഇരുന്നു. ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുക്കൽ ഇരുന്നു. ഫഅസ്നദ, അദ്ദേഹം ചേർത്ത് വെച്ചു. റുക്ബത്തൈഹി, അദ്ദേഹത്തിന്റെ കാൽമുട്ടുകളെ, ഇല റുക്ബത്തൈഹി, നബി തങ്ങളുടെ കാൽമുട്ടിനോട് ചേർത്ത് വെച്ചു. അപ്പോൾ വലഅ കഫൈഹി, റുക്ബത്ത് പറഞ്ഞ കാൽമുട്ട് കേട്ടോ, റുക്ബത്തൈഹി എന്ന് പറഞ്ഞാൽ രണ്ട് കാൽമുട്ടുകളെ റസൂലുള്ളാഹിന്റെ രണ്ട് കാൽമുട്ടുകളിലേക്ക് ചേർത്തി വെച്ചു. അദ്ദേഹത്തിന്റെ വലഅ കഫൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് മുൻകൈകളെ വെച്ചു. മുൻകൈ, കഫ്, ഇന്നലെ പറഞ്ഞില്ലേ കഫ് കഴുകാന്നുണ്ടാകും ഇവിടെ ഇക്കയിൽ. കഫ് വെച്ചു. അലാ ഫഖ്ദൈഹി, നബി തങ്ങളുടെ തൊടയുടെ മേൽ വെച്ചു. അപ്പോൾ ഒന്നിങ്ങനെ ശ്രദ്ധിച്ച് ഒരു മുതഅല്ലിമിനെ പോലെ, കാരണം എന്താണോ ഉസ്താദ് പറയുന്നത് അത് കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ശ്രദ്ധയോടുകൂടെ ഇരുന്നു കാണിച്ചു കൊടുക്കുക.
ഫഹ്ദൈഹി എന്ന് പറഞ്ഞ തൊട, നബി തങ്ങളുടെ രണ്ട് തൊടയുടെ മേൽ വെച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയേ, അഖ്ബിർനി, എനിക്ക് പറഞ്ഞു തരൂ, അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരൂ. ഓക്കെ ആണോ? ചോദ്യം മനസ്സിലായോ? അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരൂ. എന്താണ് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ എത്ര ഉണ്ട്? 6 5, ഇപ്പോഴും 5 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പണ്ട് നമ്മൾ പഠിച്ചപ്പോഴും 5 തന്നെ. അപ്പോൾ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ സ്വലാത്ത് ചൊല്ലില്ലേ? എല്ലാവരും സ്വലാത്ത് ചൊല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇസ്ലാമു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻ തഷ്ഹദ, നീ സാക്ഷ്യം വഹിക്കലാണ്, അൻ ഒരു കാര്യം സാക്ഷ്യം വഹിക്കലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, വ അന്ന മുഹമ്മദൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കലാണ്. ഒന്നത് ഷഹാദത്ത് കലിമ ഉള്ളിൽ ഉറപ്പിച്ച് വിശ്വസിക്കണം, നാവ് കൊണ്ട് പറയാം. ഒന്നത്. രണ്ടാമത്തത് വത്തുഖീമ സ്വലാത്ത, നിസ്കാരത്തിനെ നിലനിർത്തുക. എപ്പോഴെങ്കിലും ചെയ്യല്ല, എപ്പോഴും ചെയ്യാം. തോന്നുമ്പോൾ നിസ്കരിക്കല്ല, നിസ്കാരത്തെ നിലനിർത്തുക. വത്തുഅ്തിയ സകാത്ത, സകാത്തിനെ നിങ്ങൾ കൊടുക്കുക. വതസൂമ റമളാന, റമളാൻ മാസം നിങ്ങൾ നോമ്പ് നോക്കുക. വതഹുജ്ജൽ ബൈത, കഅബയെ ഉദ്ദേശിക്കുക, കഅബയിൽ പോയി ഹജ്ജ് ചെയ്യുക. ഇനിസ്തതഅത, നീ കഴിവുള്ളവനായാൽ, ഇലൈഹി, അതിലേക്ക്, സബീലൻ, വഴിയാൽ, അതിലേക്ക് വേണ്ട വഴികളൊക്കെ നിനക്ക് സൗകര്യമുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, അതിലേക്ക് പോകേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിലേക്ക് തയ്യാറാവുക. ഇത് 5 കാര്യം പറഞ്ഞു. ഷഹാദത്ത് കലിമ, അതുപോലെ ഷഹാദത്തുമായി 2 ഷഹാദത്ത് കലിമ, നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, റമളാൻ മാസം നോമ്പ് നോക്കുക, ഹജ്ജ് ചെയ്യുക, കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക. ഖാൽ, നബി ഞങ്ങൾ മറുപടി പറഞ്ഞപ്പോൾ ഖാൽ, അദ്ദേഹം പറഞ്ഞു, സ്വദഖ്ത, അയ്വ, സത്യം തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. ചോദിച്ച ഉത്തരം കിട്ടിയിട്ട് സത്യം തന്നെയാണ്. അപ്പോൾ അത് ഒരു അത്ഭുതം ഉണ്ടല്ലോ അല്ലേ? പിന്നെ എന്തിനാ ചോദിച്ച് അല്ലേ സുബൈർക്ക? അറിയെങ്കിൽ എന്തിനാ ചോദിച്ച്? അതറിയെങ്കിൽ ചോദിച്ച് അവസാനം പറയുന്നത് ഫഅജിബ്ന, ഞങ്ങൾ അത്ഭുതപ്പെട്ടു, ലഹു, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ, യസ് അലുഹു, അദ്ദേഹം തന്നെ ചോദിക്കുന്നു, യുസദ്ദിഖുഹു, അദ്ദേഹം തന്നെ സത്യമാണെന്ന് പറയുന്നു. അപ്പം അദ്ദേഹത്തിന് അറിയാം, ചോദിക്കുകയും ചെയ്യണു, അത് സത്യമാണെന്ന് പറയുന്നു. കാല, അപ്പം ഞങ്ങൾ അത്ഭുതപ്പെട്ടു. പറയാം, അദ്ദേഹം പറയണം, അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈമാനിനെ കുറിച്ച് പറഞ്ഞു തരൂ. ഈമാൻ കാര്യം 6 അതന്നെ പറഞ്ഞു. ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, അൻതുമിന, നിങ്ങൾ വിശ്വസിക്കലാണ്, ബില്ലാഹി, അള്ളാഹുവിനെ വിശ്വസിക്കണം, വമലായിക്കത്തിഹി, മലക്കുകളെ വിശ്വസിക്കണം, വകുതുബിഹി, കിതാബുകളെ വിശ്വസിക്കണം, വറുസുലിഹി, പ്രവാചകരെ വിശ്വസിക്കണം, വൽയൗമിൽ ആഖിരി, അവസാന നാൾ കൊണ്ട് വിശ്വസിക്കണം, തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, എല്ലാം നന്മയും തിന്മയും ഒക്കെ അള്ളാഹുവിൻ്റെ ഖദറുകളാ കൊണ്ടാണ്, കണക്കാക്കൽ കൊണ്ടാണെന്ന് വിശ്വസിക്കണം. ഇതാണ് 6 കാര്യം. അള്ളാഹുവിനെ വിശ്വസിക്കണം, വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കണം. അതുപോലെ അമ്പിയാക്കളെ വിശ്വസിക്കണം, മലക്കുകളെ വിശ്വസിക്കണം, കിതാബുകളെ വിശ്വസിക്കണം, അവസാന നാളിൽ വിശ്വസിക്കണം, നന്മ തിന്മയും ഒക്കെ അള്ളാഹുവിൽ നിന്നാണ് വിശ്വസിക്കണം. അപ്പൊ കാല, അദ്ദേഹം പറഞ്ഞു, സ്വദഖ്ത, യെസ്, യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. കാല, പിന്നെ അദ്ദേഹം ചോദിച്ചു, ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഇഹ്സാൻ, അപ്പം 3 അറിവാണുള്ളത്. 1 വിശ്വാസപരമായ അറിവ്, 2 കർമ്മപരമായ അറിവ്, 3 ആത്മീയപരമായ അറിവ്. വിശ്വാസപരമായ അറിവാണ് ഈമാൻ കാര്യങ്ങൾ, കർമ്മപരമായ കാര്യങ്ങളാണ് നിസ്കാരം, സക്കാത്ത്, ഹജ്ജ്, ഇസ്ലാം കാര്യങ്ങൾ. ഇനി പറയുന്ന ആത്മീയമായ കാര്യങ്ങൾ, നമ്മളെ ആത്മസംസ്കരണം, നമ്മളെ നന്നാക്കണം. അപ്പോൾ ഇഹ്സാനെ കുറിച്ച് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. ഖാൽ, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അൻ തഅബുദല്ലാഹ, അള്ളാഹുവിനിക്ക് നീ ആരാധന ചെയ്യലാണ്, കഅന്നക തറാഹു, നീ അവനെ കാണുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ. നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനെ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ള നിലക്ക് നമ്മൾ ആരാധിക്കുക. ഫഇല്ലം തകുൻ തറാഹു, നിങ്ങൾ അവനെ കാണുന്നില്ലെങ്കിലും, ഫഇന്നഹു യറാക്ക,
അവൻ നിന്നെ കാണുന്നു, അള്ളാഹു ആണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കാണുന്നുണ്ട്, നമ്മൾ കാണുന്നു എന്ന നിലക്ക് നമ്മൾ ആരാധിക്കുക. അപ്പം നമ്മളെ അള്ളാഹു ഏത് സമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഗതികളൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ നേരാവും നമ്മൾ, അപ്പോൾ നേരാവും. അപ്പോൾ തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ റബ്ബ് കാണുമല്ലോ, എൻ്റെ റബ്ബ് കണ്ടാൽ മോശമല്ലേ. ഏതുപോലെ ഒരു CCTV നമ്മളെ വീട്ടിൽ വെച്ചു നിൽക്കുക. അപ്പോൾ നമ്മൾ ആ CCTVയിൽ ഒരാൾ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ആർ അണ്ടർ ദ സർവൈലൻസ് ഓഫ് CCTV എന്നൊക്കെ പറഞ്ഞ് പല ഇതും കാണാം. അവിടെ എത്തുമ്പോൾ നമ്മളൊരു ഡീസൻ്റ് ആവും അല്ലേ. കല്യാണത്തിന് വീഡിയോഗ്രാഫി ചെയ്യുന്ന ആ സമയത്ത് നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കുക? ഇതുവരെ അത് വാരി വലിച്ചിങ്ങനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒക്കെ എടുത്ത് തിന്നൊക്കെ റെഡിയാണ്. ഷൂട്ട് ചെയ്യണ വീഡിയോ ഇങ്ങനെ വരിക എന്ന് കാണുമ്പോൾ അപ്പം നമ്മൾ മാന്യന്മാരാണ്. പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മളെ വലിയ ക്യാമറ വെച്ചിട്ട് അള്ളാഹു നോക്കുന്നുണ്ട് എന്നുള്ള വിവരം ഉണ്ടെങ്കിൽ നമ്മൾ അള്ളാഹ്ക്ക് തോന്നിയാസം ചെയ്യുക. നമ്മളൊരു എയർപോർട്ടിൽ വിദേശത്തേക്ക് പോവാം. എയർപോർട്ടിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, എയർപോർട്ടിൽ റീൽസ് ചെയ്യരുത് എന്നിട്ട് നിയമം വന്നു. എയർപോർട്ടിൽ റീൽസ് ചെയ്താൽ പിന്നെ ഓന് എന്ത് ചെയ്യുക, ഓന് ജയിലിൽ പോവാം. അപ്പോൾ ഗവൺമെൻറ് അവന് എല്ലാ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ എന്തുകൊണ്ടാണത് അങ്ങനെ വന്നത്? അത് പല അപകടങ്ങളുണ്ട്. നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആളുകൾ. നമ്മളെന്ന് ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട്, അയാളെ മനസ്സിൽ നമ്മളെക്കുറിച്ച് മോശമായ കാഴ്ചപ്പാട്, അഭിപ്രായം രൂപപ്പെടരുത് എന്നുള്ള നിലക്ക് നമ്മളെ നിയന്ത്രിക്കൂലേ? ഈ വിചാരം എന്താ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചില്ലാത്തത്? അള്ളാഹു നമ്മളെ കാണുന്നില്ലേ, അള്ളാഹു നമ്മെ അറിയുന്നില്ലേ? ഈ വിചാരം നമുക്ക് വന്നാൽ നമ്മൾ നേരാവും. അപ്പോൾ അതാ പറഞ്ഞു, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ നിങ്ങൾ നിസ്കരിക്കുക, ഇബാദത്ത് ചെയ്യുക. നിങ്ങൾ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാല നാലാമത്തെ ചോദ്യം ട്ടോ, ഫഅഖ്ബിർനി അനിസ്സാ, ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞു തരുമോ ചോദിച്ചു. ഖിയാമത്ത് നാളായിക്കണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഏകദേശം എത്ര കൊല്ലം ഉണ്ടാവും ഹഫീസാന്റെ അഭിപ്രായത്തിൽ ലോകം അവസാനിക്കാൻ? പറഞ്ഞോ. 33. എൻ്റെ കല്യാണം കഴിയണവരെ അല്ലേ? ഒന്നാമത്തെ അടയാളം എന്താണെന്നറിയോ ഖിയാമത്ത് നാളിന്റെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നുള്ളതാണ് ഒന്നാമത്തെ അടയാളം. അപ്പോൾ അടയാളങ്ങൾ കുറേ മുമ്പ് തന്നെ തുടങ്ങി. ഖിയാമത്ത് നാളാവുന്ന കരുതി നിങ്ങൾ ബേജാറായിരിക്കൊന്നുമാണ്. ഇനി ഏകദേശം ഒരു 480 കൊല്ലത്തോളമൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരു 500 കൊല്ലത്തിനൊന്നും ഉണ്ടാവില്ല. അതായത് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ വർക്ക് ചെയ്തോ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് ചോദിച്ചു. അപ്പം നബിതങ്ങൾ മറുപടി പറഞ്ഞു, മൽ മസ്ഊലു അൻഹ, ചോദിക്കപ്പെട്ടവനല്ല, ബി അഅലമു മിനസ്സായി, ചോദിക്കുന്നവനേക്കാൾ അറിവുള്ളവനല്ല ആ വിഷയത്തിൽ. ഖിയാമത്ത് നാൾ എന്നാണ് എന്നുള്ളത് ഇപ്പം ചോദിച്ചില്ല, നിങ്ങൾ ചോദിച്ചു എന്നോട്. ചോദിക്കുന്ന ആളേക്കാൾ ചോദിക്കപ്പെട്ടവൻ അറിവുള്ള ആളല്ല. ആ സമയത്ത് നബിതങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിരുന്നില്ല. പിന്നെ നബിതങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു, പിന്നെ അത് മറപ്പിച്ചു കൊടുത്തു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. നബിതങ്ങൾ എല്ലാം അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പല അദൃശ്യങ്ങളായ പല ജ്ഞാനങ്ങളും നബിതങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് വേറെ വിഷയം. ഇവിടെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതെന്തിനാ ഇവിടെ പറഞ്ഞു? നമ്മളോട് ഒരാളൊരു ചോദ്യം ചോദിച്ചു, അപ്പം നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. എന്തിനാ ആളെ ഇറങ്ങിയാക്കാൻ നിൽക്കുന്നത്? ഹഫീസിനോട് ചോദിച്ചു, നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ആരാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി? ഇന്ന് പേപ്പർ വായിച്ച ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഹഫീസേ, കേരളത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ആരാ? കൃഷിമന്ത്രി ആരാ? കൃഷിമന്ത്രി. ഭക്ഷ്യവകുപ്പ് പറയണം. കൃഷിമന്ത്രി ആരാ പറയാ? കേരളത്തിന്റെ കൃഷിമന്ത്രി ആരാ? കൃഷിവകുപ്പ് മന്ത്രി ആരാ?
ഈ സിദ്ദീഖ് കൃഷി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ. അപ്പോൾ നമുക്കൊരു വിഷയം അറിയില്ല എന്ന് വെക്കുക. ചിലർ അറിയില്ല എന്ന് പറയാൻ തന്നെ അവർക്ക് സമ്മതമല്ല, അറിയില്ല എന്ന് പറയാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓല് എന്ത് ചെയ്യും? പലതും പറഞ്ഞിങ്ങനെ ആളെ സ്വീപ്പാക്കും. അപ്പോൾ നമുക്കറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. ഇവിടെ റസൂലുള്ള പറഞ്ഞ ഘട്ടങ്ങൾ എനിക്കറിയില്ല കേട്ടോ എന്ന് പറയും. അപ്പം അറിയില്ല, അപ്പം അറിയില്ല എന്ന് പറയണം. ഇമാം മാലിക് റളിയല്ലാഹുവിനോട് 40 വിഷയം ചോദിച്ചു. അതിൽ 30 ചില്ലാനും വിഷയങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു. അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല എന്നല്ല, അത് ചിന്തിച്ച് കണ്ടുപിടിച്ച് പറയേണ്ട മസല ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പം നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയും. അറിയണ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ആളുകളെ സ്വീപ്പാക്കണ്ടല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പം ചോദിച്ചു കാല അഖ്ബിർനി അൻ അമാറാത്തിഹ, എന്നാൽ അതിൻ്റെ അടയാളങ്ങൾ, അമാറാത്ത് അടയാളങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഖിയാമത്ത് അടയാളങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. കാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു അൻ തലിദൽ അമത്തു, അടിമ സ്ത്രീ പ്രസവിക്കലാണ്, റബ്ബത്തഹ, അവളുടെ യജമാനത്തിയെ പ്രസവിക്കലാണ്. അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക. അതെങ്ങനെ? അടിമ സ്ത്രീ എന്ന് പറഞ്ഞാൽ അടിമകളും ഉടമകളും തമ്മിൽ വർദ്ധിച്ചു വന്നു, അടിമകൾ വർദ്ധിച്ചു. അപ്പോൾ അടിമ അനന്തരാവകാശമായിട്ട് കിട്ടും മക്കൾക്ക്. ബാപ്പാൻ്റെ സ്വത്ത് മക്കൾക്ക് എന്ത് ചെയ്യും? കിട്ടുമല്ലോ. ബാപ്പാൻ്റെ അടിമ മക്കൾക്ക് അടിമയായിട്ട് വെക്കാം. പക്ഷേ ഇസ്ലാമികമായിട്ട് ഒരു നിയമം എന്താണ്? അടിമയിൽ വാപ്പാക്ക് കുട്ടി ജനിച്ചാൽ വാപ്പ് മരിക്കലോടുകൂടെ ആ അടിമ സ്വതന്ത്രയാണ്. അല്ലെങ്കിൽ എന്താവും? ആ മകൻ്റെ അടിമയാവും ഉമ്മ. അപ്പം അതിനില്ലായിരിക്കാം. ഏതായാലും ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ വിഷയം പറയുകയാണെങ്കിൽ വാടക ഗർഭപാത്രങ്ങളൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കുട്ടികളെ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ സാധിക്കാത്ത, അതിന് സമയമല്ലാത്ത ചില ആളുകൾ എന്ത് ചെയ്യും? ചിലരെ വാടകയ്ക്ക് എടുക്കും, വീട്ടുജോലിക്കാർ. എന്നിട്ട് ഇവരുടെ എന്താണ് ബീജവും അണ്ടവും ഒക്കെ സംയോജിപ്പിച്ച് ആ എന്ത് ചെയ്യും? അതിൽ നിക്ഷേപിക്കും. ആ വാടകയ്ക്ക് എടുത്ത ഒരു പെണ്ണിൻ്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. അതിന് കൂലിയും കൊടുക്കും. ഇത് പ്രസവിച്ചിട്ട് അതാരെ കുട്ടിയായിട്ട് വരിക? ഇവരെ കുട്ടിയായിട്ടാണ് പരിഗണിക്കാൻ വരിക. ഇസ്ലാമികമായ കാഴ്ചപ്പാടല്ല പറയുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ ഈ അടിമയായ കൂലിക്കെടുത്ത പെണ്ണിൻ്റെ ഉടമസ്ഥയായി, യജമാനനായി ആര് മാറുകയാണ്? മകള് മാറുക, സ്വന്തം മകന് അല്ലെങ്കിൽ മകള് മാറുകയാണ്. അപ്പോൾ അത് വളരെ വലിയൊരു പ്രശ്നമാണ്, സാമൂഹിക പ്രശ്നമാണ്. ഇതിൻ്റെ മീനിങ് ഒരു മീനിങ് അങ്ങനെയും വെക്കാം. മറ്റൊരു മീനിങ് അറിവില്ലായ്മ വ്യാപകമാകും. ജനങ്ങൾ തമ്മിൽ കുറേ ആളുകളുണ്ടാവും, കുറേ എന്താ പറയുക, അറിയേണ്ട കാര്യങ്ങളൊന്നും അറിയാതെ അജ്ഞത ഈ ലോകത്ത് വ്യാപിച്ചു കിടക്കും. അള്ളാഹു എന്ന ഒരു കലിമത്ത് ഉച്ചരിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. ദീന് പറയാൻ, അള്ളാഹുവിനെ പറയാൻ, അതിൻ്റെ ആശയങ്ങൾ മുറുകെ പിടിക്കാൻ ഒരാളുണ്ടാവില്ല എന്ന മീനിങ്ങും ഇതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരടയാളം അൻ തറ, നീ കാണലാണ്, അൽ ഹുഫാത്ത, ചെരുപ്പ് ധരിക്കാത്ത ആളുകളെ, അൽ ഉറാത്ത, മര്യാദക്ക് വസ്ത്രം ധരിക്കാത്ത ആളുകളെ, അൽ ആലത്ത, ഫക്കീറന്മാരായ ഒന്നിനും കഴിവില്ലാത്ത ആളുകളെ നിങ്ങൾ കാണലാണ്. അതുപോലെ റിആ അശ്ശായി, ആടുമേച്ച് നടക്കുന്ന, അതായത് അധസ്ഥിതരായ ആളുകളെ നിങ്ങൾ കാണലാണ്. യതത്വാവലൂൻ, അവർ മത്സരിച്ച് വലുതു പണിയുന്നു, ബിൽ ബുനിയാനി, വീട്, വലിയ ബിൽഡിങ്, അതിസമ്പന്നരായി മാറുന്നു. ചെരുപ്പ് ധരിക്കാനില്ലാത്ത ആളുകൾ, അത്യാവശ്യം വസ്ത്രം ധരിക്കാനില്ലാതെ ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടി നടന്നിരുന്ന ദരിദ്രരായ ആളുകൾ വലിയ വലിയ ബിൽഡിങ്ങുകളിൽ ദീർഘമായ താമസങ്ങളും ദീർഘമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദരിദ്രരായ ആളുകൾ വലിയ വലിയ പണക്കാരായിട്ട് നമുക്ക് മുമ്പിൽ കാണുന്നുണ്ട്. അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. കുൽത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു, എവിടെ ക്ലിയർ ആയ വിഷയം മനസ്സിലായോ? രണ്ടടയാളമാണ് പറഞ്ഞത്. ഇനിയും വേറെ അടയാളങ്ങളുണ്ട്, കുറച്ച് രണ്ടടയാളം പറഞ്ഞു വെച്ചോ. ഓക്കെ അല്ലേ? എവിടെ? ഒന്നാമത്തെ അടയാളം അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക. രണ്ടാമത്തെ അടയാളം ദരിദ്രരായ ആളുകൾ അതിസമ്പന്നരായി മാറുക. സുമ്മൻ തലക, പിന്നെ അദ്ദേഹം പോയി. ഫലബിസ്ന, ഞങ്ങളവിടെ നിന്നു, മലിയൻ, അല്പസമയം ഞങ്ങളവിടെ തന്നെ നിന്നു. അദ്ദേഹം ചോദിച്ചു മറുപടി കേട്ട് അദ്ദേഹം പോയി. സുമ്മ കാല,
പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഉമറു, ഉമറേ, തദിരി, അറിയാമോ, മനിസായിൽ, ആരാണ് ഈ ചോദിച്ചതെന്ന് അറിയാമോ ചോദിച്ചു. കുൽത്തു, ഞാൻ പറഞ്ഞു, കുൽത്തു എന്നാട്ടത്, കുൽത്തു എന്ന് വായിക്കണേ, അള്ളാഹു റസൂലുഹു ആലം, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ പ്രവാചകനും അറിയാം, എനിക്കറിയില്ല നബിയെ. കാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതാക്കും, ജിബ്രീൽ നിങ്ങളുടെ അടുക്ക് വന്നു. എന്തിനു വേണ്ടി വന്നു? യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അറിയാത്തതുകൊണ്ടല്ല, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ചില വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി അറിയണതാണെങ്കിലും വിശദീകരിക്കേണ്ടി വരും. ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അറിയുന്ന വിഷയവും ചിലപ്പോൾ പറയേണ്ടി വരും. അതൊരു ഐഡിയ ഉണ്ട്. അറിയുന്ന ആളുകളുണ്ട്, അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവിടെ പറയൽ, എന്നാൽ അറിയാത്ത ആളുകൾക്ക് അറിയുമായി, ഓനിക്കൊരു കോൺഫിഡൻസ് ആയി, എന്ത് ഇതിപ്പോൾ ആർക്കും മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്നുള്ള കോൺഫിഡൻസ് ആയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം പഠിപ്പിക്കാനും മതപരമായ ആശയങ്ങൾ പഠിപ്പിക്കാനും വന്ന ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാമാണ് വന്നത്. റവാഹു മുസ്ലിമുൻ, മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. എവിടെ? ഓക്കെ അല്ലേ? റാഷിദ്, നാസർക്ക, ബഷീർക്ക, ഹഫീസ്, മുഹമ്മദ് തമീം ഇപ്പോൾ വന്നിക്കണ? ഇല്ല. ഉസ്മാൻക്ക, സുബൈർക്ക, ഓക്കെ ആണല്ലോ അല്ലേ? ചെറിയൊരു ഹദീസ് നേരത്തെ പറഞ്ഞതിൻ്റെ അതും കൂടി പറഞ്ഞ് നമുക്ക് ചോദിക്കാം. അൽ ഹദീസ് ഉസ്താലിസ്, മൂന്നാമത്തെ ഹദീസ്, അൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാട്ടോ, അള്ളാഹിൻ്റെ മകൻ. 4 അബ്ദുള്ളമാരുണ്ട്. സിനാനോട് വരാം. 4 അബ്ദുള്ളമാരുണ്ട്. ഒന്ന് അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, അബ്ദുല്ലാഹിബിൻ സുബൈർ, അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹും. അൽ അബാദിലത്തുൽ അർബഅ എന്നറിയപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹ്. റസൂലുള്ളാഹിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ആളായിരുന്നു. മുത്തബിഉ സുന്ന എന്നാണ് അറിയപ്പെട്ടത്. നബി തങ്ങൾ എന്താ ചെയ്ത് അതന്നെ ചെയ്യും. ഒരിക്കൽ ഒരു സ്ഥലത്ത് കൂടെ നടന്നു പോകുന്ന സമയത്ത് തല ഇങ്ങനെ താത്തി പിടിച്ചു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, അതാ എന്തിനാ ഇപ്പോൾ ഇവിടെ തല താത്തിക്കണേ? നബിതങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. നബിതങ്ങൾ ഇതേ സ്ഥലത്ത് കൂടെ നടന്നപ്പോൾ നബിതങ്ങൾ തല താത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ താത്തിയതാണ്. അപ്പോൾ നബിതങ്ങൾ അത്രത്തോളം അനുധാവനം ചെയ്തതാണ്. അതൊരു എന്താ പറയുക, ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇനിയും വിഷയങ്ങൾ ഒരുപാടുണ്ട്. അദ്ദേഹം പറയാണ്, സമിഅ്തു, ഞാൻ കേട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബിതങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, ബുനിയൽ ഇസ്ലാമു, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, ഇസ്ലാം എടുക്കപ്പെട്ടിരിക്കുന്നു, അലാ ഖംസിൻ, 5 കാര്യത്തിൻ്റെ മേൽ, 5 തൂണുകളുടെ മേലാണ് ഇസ്ലാം ഉള്ളത്. ഇസ്ലാം എന്ന ബിൽഡിംഗ് നിലനിൽക്കുന്നത് 5 തൂണുകളുടെ മേലാണ്. ഏതാണെന്നറിയുമോ? ഒന്ന്, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രവാചകനാണെന്നും സാക്ഷ്യം വഹിക്കലാണ് ഒന്നാമത്തെ തൂണ്. വ ഇഖാമിസ് സ്വലാത്തി, നിസ്കാരത്തിനെ നിലനിർത്തലാണ്. വ ഈതാഇ സകാത്തി, സകാത്തിനെ കൊടുക്കലാണ്. വ ഹജ്ജിൽ ബൈത്തി, കഅബയെ ഹജ്ജ് ചെയ്യലാണ്. വ സൗമി റമളാൻ, അൽ ബൈത്ത് എന്ന കഅബാട്ടം. വ സൗമി റമളാന, റമളാൻ മാസം നോമ്പ് നോക്കലുമാണ്. റവാഹുൽ ബുഖാരി വ മുസ്ലിമുൻ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. റെഡി അല്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾ പറയും, ഏതെങ്കിലും വാക്കുകൾ അർത്ഥം കിട്ടാനോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും. നിങ്ങൾക്ക് ആർക്കും സംശയമില്ലെങ്കിൽ എനിക്ക് കുറച്ച് സംശയം, ഞാനത് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ
ബഷീർ ആ പറ. ലിക്കുല്ലി ഇംരിഇൻ, എല്ലാ മനുഷ്യനുക്കും ഉണ്ട്. മാ ഒന്ന്, നവ അവൻ കരുതിയ ഒന്ന്. എല്ലാ മനുഷ്യർക്കും അവൻ കരുതിയ ഒന്ന് കിട്ടും. നിയ്യത്ത് പോലെയാണ് കാര്യം. ഒരു മിനിറ്റ് ഒന്ന് നോക്കണേ. റാഷിദ, ഇതേ സംശയം ഉണ്ടോ? അറബിയോ? അത് നമുക്ക് ഇപ്പം നിങ്ങളിത് കേട്ട് പഠിക്കുക. നമ്മൾ ഗ്രാമറൊക്കെ പഠിക്കുമ്പോൾ ഉഷാറായിട്ട് മനസ്സിലാവും. ഇൻഷാ അല്ലാ. നമ്മൾ ഇപ്പം തുടക്കമല്ലേ, തുടക്കമാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ആശയങ്ങളും വിഷയങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവുക. പിന്നെ അത്യാവശ്യം ചില വാക്കുകളുടെ അർത്ഥം പഠിക്കുക, ചില ഫീലുകൾ, ചില ഇസ്മുകളൊക്കെ അർത്ഥം പഠിക്കുക. അത് പഠിച്ചാൽ മതി. ഇപ്പം ഈ പാഠങ്ങളുടെ ഈ ഹദീസ് എടുക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് ഔട്ട്കം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഹദീസ് കാണാതെ പഠിക്കാൻ പറ്റുന്ന ചെറിയ ഹദീസുകൾ കാണാതെ പഠിക്കുക, അതിൽ പറയപ്പെട്ട വിഷയങ്ങൾ പഠിക്കുക. ഗ്രാമർ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സർഫും നഹവും ഒക്കെ പഠിച്ചിട്ട് ഒന്നുകൂടി ഉഷാറായി പഠിക്കും. പിന്നെ അപ്പോൾ അതിൽ ഒന്നാമത്തെ കുഴപ്പമില്ലല്ലോ. ഒന്നാമത്തെ ഹദീസിൻ്റെ പാഠം മനസ്സിലായില്ലേ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ നല്ല നിയ്യത്തോടുകൂടെ എല്ലാം പ്രവർത്തിക്കണം, ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കണം, ഇഖ്ലാസോടുകൂടെ ഒരു കാര്യം ചെയ്യണം. ഇഖ്ലാസ് നമ്മൾ എത്രത്തോളം നമ്മൾ പ്രവർത്തന മേഖലയിൽ കാണിക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ട് വലുതായിരിക്കും. ഇഖ്ലാസ് കുറഞ്ഞു പോകുന്നു, അതിന് ഒരു ബർക്കത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ വാക്കുകളും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ക്ലാസ്സുകളും ഒക്കെ സജീവമാവണോ ആത്മാർത്ഥമായിട്ട് നമ്മളിൽ ഇറങ്ങണം. ആത്മാർത്ഥമായ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ ആ വിഷയത്തിൽ കാണിക്കുന്നുണ്ടോ രസകരമായിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ചില വിഷയങ്ങൾ ചില ആളുകൾ താല്പര്യമില്ല എന്ന് പറയും. താല്പര്യമില്ലാത്ത എന്തുകൊണ്ട്? അവർ കറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാത്തതുകൊണ്ടാണ്, അതിൽ ഇറങ്ങി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. യാതൊരു റാഹത്തില്ല, ആ ജോലി ഒരു റാഹത്തില്ല, ഈ ജോലി ഒരു ആണെങ്കിൽ ഒരു റാഹത്തുണ്ടായിരുന്നു എന്നിങ്ങനെ പറയും. അവർക്ക് എപ്പോഴും അങ്ങനെ തന്നെ പറച്ചിലേ ഉണ്ടാവുള്ളൂ. സുഖമല്ല, ഇന്നലെ പറഞ്ഞില്ല എന്താ വിശേഷങ്ങൾ, എൻ്റെ ചങ്ങായെ ഒന്നും പറയണ്ട, വിശേഷം ഒന്നും പറയണ്ട, ആകെ അടങ്ങാറാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ എവിടെയാണോ ഉള്ളത് ആ വിഷയത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് നമുക്ക് നിലനിർത്താൻ കഴിയും. നിയ്യത്ത് നന്നാവണം, നല്ല നിയ്യത്തുകൾ വെക്കണം. ഇപ്പോൾ നിങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു ആപ്പിൾ കഴിക്കുക അത് പ്രത്യേകമായ സുന്നത്താണ്, നിർബന്ധമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സാധാരണ ഒരു ആപ്പിൾ കഴിക്കുക, നേരെ മറിച്ച് മരിക്കാൻ വേണ്ടി പോവുകയാണ്, അപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ, അപ്പോൾ പിന്നെ ആപ്പിൾ എടുത്ത് കഴിക്കൽ നിർബന്ധമായിട്ട് വരും. സ്വാഭാവികമായിട്ടും ഒരു ആപ്പിൾ കഴിക്കുക എന്നുള്ളത് സുന്നത്തുമില്ല നിർബന്ധമില്ല ഒന്നുമില്ല. പക്ഷേ ഇവൻ നിയ്യത്ത് ചെയ്യാണ്, ഈ ആപ്പിൾ കഴിക്കുന്നതിലൂടെ എൻ്റെ ആരോഗ്യപരമായ ഒരു വളർച്ച ഉണ്ടാകണം, എനിക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ എനിക്ക് സാധിക്കണം. അപ്പോൾ അതെന്താണ്? ഇബാദത്താണ്. നമ്മൾ കല്യാണം കഴിഞ്ഞവർ, റാഷിദ് കല്യാണം കഴിഞ്ഞാലോ? കല്യാണം കഴിഞ്ഞവർക്കാണ് ഈ പറയുന്നത്. ഭാര്യമാരോട് സംസാരിക്കുന്നത് വരെ, ഭാര്യമാരോട് ദാമ്പത്യ ജീവിതം പുലർത്തുന്നത് വരെ നല്ല നിയ്യത്തുകളെ കൊണ്ടാണെങ്കിൽ പ്രതിഫലാർഹമാണ്. ഹറാമായ മറ്റ് പല ചിന്തകളിലേക്കും നോട്ടങ്ങളിലേക്കും നമുക്ക് പോകാൻ കഴിയുന്നില്ല. പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കല്യാണം കഴിക്കുന്നു, ഭാര്യയുമായി ബന്ധപ്പെടുന്നു, ഭാര്യയുമായിട്ട് സംവദിക്കുന്നു, അല്ലേ? ഹറാമായ ആളുകളെ ഫോൺ ചെയ്ത് അന്യ സ്ത്രീകളുമായി സംസാരിക്കുകയോ സ്ത്രീകളുമായി സമ്പർക്കത്തിലേർപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ഹറാം ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഭാര്യയോട് സംസാരിക്കുന്നു. അങ്ങനെയുള്ള അത് ചെയ്യുമ്പോൾ അതും കൂലിയുള്ള കാര്യമാണ്. മനസ്സിലാണ്ടോ? അപ്പോൾ ഏതൊരു വിഷയം, ബാത്റൂമിൽ പോകണത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ബാത്റൂമിൽ പോയിട്ട് വരുമ്പോഴേക്കും എത്ര സുന്നത്ത് എടുക്കാമെന്ന് ഒരാൾക്ക്? ഒരു 32 സുന്നത്തോളം എടുക്കാം ബാത്റൂമിൽ പോയി വരുമ്പോഴേക്കും. ആലോചിച്ച് നോക്കി.
ഉദാഹരണം പറയാം, ഇടതുകാല് വെച്ച് ബാത്റൂമിലേക്ക് പോവുക, നല്ല ബഹുമാനിക്കപ്പെടുന്ന സാധനങ്ങൾ ഇല്ലായിരിക്കുക, തലമറക്കുക, കുറേ സമയം അവിടെ ഇരിക്കാതിരിക്കുക, ഇടത്തെ കാലിനെ ചാരിയിട്ടിരിക്കുക, വലത്തെ കാല് നാട്ടി വെച്ചിരിക്കുക, വെള്ളം കുറച്ച് ഉപയോഗിക്കുക, വെള്ളം കൊണ്ട് വൃത്തിയാക്കുക. വൃത്തിയാക്കുന്ന സമയത്ത് മനസ്സിൽ അല്ലാഹുമ്മ തഹിർ ഖൽബി, എൻ്റെ ഹൃദയം നീ ശുദ്ധിയാക്കുക, എൻ്റെ മറ്റ് മാലിന്യങ്ങളൊക്കെ നീ ശുദ്ധിയാക്കിയില്ലേ, ഹൃദയം നീ ശുദ്ധിയാക്കുമെന്ന് പറയാം. ഇറങ്ങി വരുമ്പോൾ ഉഫ്രാനക്ക റബ്ബേ നീ പുറത്തു കൊണ്ടാ. എത്ര ആളുകൾക്ക് വയറ്റിന്ന് പോകാത്ത പ്രശ്നമുണ്ട്, പല ഭാഗത്ത് ക്യാൻസറായിട്ട് പല സീരിയസ് ആയ പല പ്രശ്നങ്ങളിലുള്ള ആളുകൾ എത്ര ആളുകളുണ്ട്. അവർക്ക് ഈ ഈ മലം പോകാൻ വേണ്ടിയിട്ട് ഈ ക്യാൻസറൊക്കെ ഉള്ള ആളുകൾക്ക് വെച്ച് നിങ്ങൾ കണ്ടില്ലേ, എത്രയേറെ ഇടങ്ങേറാണ് അവർ. അതൊന്നും ഇല്ലാതെ നമ്മളെ അല്ലാഹു തആല എത്ര സുന്ദരമായിട്ട് നമുക്ക് ചെയ്യും. അതുപോലെ ഇടത് കൈ കൊണ്ട് ചെയ്യാം. അതുപോലെ വെള്ളം അമിതമായി ഉപയോഗിക്കുക. ഇങ്ങനെ തുടങ്ങി ഒരു 10-32 സുന്നത്ത് നമുക്ക് ബാത്റൂമിൽ നിന്ന് പോയി വരുമ്പോഴേക്ക് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ ഓരോരുത്തരും നിങ്ങളെ ഓരോ പ്രൊഫഷനും ഓരോ ജോലിയും ഇപ്പോൾ നോക്കി നിങ്ങൾ, ഭാര്യക്കും മക്കൾക്കും വേണ്ടി ഉമ്മ വാപ്പ, പ്രായമുള്ള ഉമ്മ ഉപ്പ, ഭാര്യ മക്കൾ, ഇവർക്ക് ചിലവ് കൊടുക്കൽ നമുക്ക് നിർബന്ധം. അവർക്ക് വേണ്ടി ചിലവ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, വാഹനം ഓടിച്ചുകൊണ്ടും ജോലിക്കൊക്കെ നമ്മൾ പോകും. അങ്ങനെ പോകുന്ന ആള് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുന്നവനേക്കാളും പ്രതിഫലം ഉണ്ടെന്ന് വിളിക്കും. ജിഹാദ് നടത്തുന്നതിനേക്കാളും പ്രതിഫലം. ജിഹാദ് നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണല്ലോ. ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഗവൺമെൻറ്, ഇസ്ലാമികമായ ഭരണാധികാരി ആവശ്യം വരുന്ന സമയത്ത് ജിഹാദിന് വേണ്ടി ആഹ്വാനം ചെയ്താൽ ജിഹാദിന് പോകൽ വലിയ പുണ്യമുള്ള കാര്യമാണ്, വലിയ കൂലിയുള്ള കാര്യമാണ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലല്ല, ഇവിടെ ജിഹാദില്ല. അപ്പം അങ്ങനെ ഇസ്ലാമികമായ ഭരണമുള്ള, ഇസ്ലാമികമായ അമീറുള്ള രാജ്യത്ത് ചെയ്യൽ വലിയ പുണ്യമാണ്. അതുപോലെ അതിനോട് കിടപിടിക്കുന്നതാണ് നമ്മുടെ ഭാര്യക്കും മക്കൾക്കും വയസ്സായ മാതാപിതാക്കൾക്കും ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി രാവിലെ പണിക്ക് പോകുന്നത്. അപ്പോൾ എത്ര കൂലിയുള്ള കാര്യം നോക്കുക, ജോലിക്ക് പോകുന്നത്. അപ്പം ഇനി പഠിക്കുന്ന ഹഫീസ്, സാഹിദ്, ഇവരൊക്കെ പഠിക്കുക വലിയ പുണ്യമുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടി പഠിക്കണം. നിങ്ങളിപ്പോൾ പഠിക്കുന്നതാക്കണം, നിങ്ങളൊക്കെ മുത്താലിമീങ്ങളാണ്. ബുദ്ധിമുട്ടി പഠിക്കണം. ഈ 9:30 മുതൽ 10:30 വരെ ബുദ്ധിമുട്ടിയിട്ട് തന്നെ പഠിക്കണം. എന്തു വില കൊടുത്തും ഈ സമയത്ത് നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുള്ള ഒരു അതിയായ ആഗ്രഹം നമ്മൾ കാണിക്കണം. എന്താണെങ്കിലും എൻ്റെ ഒരു ബാച്ചിൽ കഴിഞ്ഞ 21ാമത്തെ ബാച്ചിൽ ഇപ്പോഴും ആ ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ബാച്ചിൽ ഒരാളുണ്ട്, അദ്ദേഹത്തിന് KSRTC ജോലിക്കാരൻ, ജീവനക്കാരനാണ്. അദ്ദേഹം രാവിലെ 3:30 മണിക്ക് എഴുന്നേറ്റ് പോകേണ്ട ആളാണ്. ഒരു ദിവസം ജോലി ഉണ്ടെങ്കിൽ ഒരു ദിവസം പോകേണ്ട, അങ്ങനെ എന്തുകൊണ്ട് അവർക്ക്. അപ്പോൾ ആ 3:30 മണിക്ക് എഴുന്നേറ്റ് പോകാൻ വന്നാൽ അദ്ദേഹം ക്ലാസ്സിൽ സജീവമായിട്ടുണ്ടാവും. ചിലപ്പോൾ 9:15 അദ്ദേഹം ജോലി കഴിഞ്ഞ് എത്തുക, 9:30 അദ്ദേഹം ക്ലാസ്സിൽ പോകും. ആ ഒരു ബോധം, ആ ഒരു ആത്മാർത്ഥത നിങ്ങൾ കാണിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്കും ഈ ക്ലാസ്സുമായും ഈ ദർസുമായുമുള്ള വലിയൊരു നേട്ടം നമുക്ക് കിട്ടും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും ഒക്കെ ഒരുപാട് അറിവ് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള വലിയ സാഹചര്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി പറഞ്ഞോളൂ. പറയണ്ടേ? രണ്ടാമത്തെ ഹദീസിൽ ഒരു മുത്തഅല്ലിം എങ്ങനെ മര്യാദ കാണിക്കണം, എങ്ങനെ ചോദിക്കണം, മനസ്സിലാക്കണം, പഠിക്കണം എന്നുള്ളത് പറയാം. അത് നമ്മൾ ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം, ആത്മീയമായ കാര്യം നമ്മളെ പഠിപ്പിക്കാം. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കാം. അതിൻ്റെ അടയാളങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ ഹദീസിൽ ഇസ്ലാം കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ആവർത്തിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ 3 ഹദീസുകളെ കൊണ്ടുമുള്ള നേട്ടമാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. ഇതിലേക്ക് എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ പറയാം. ബഷീർ ഖാൻ പറയണ്ട? ഹഫീസ്
മുഹമ്മദ് തമീം ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്നോ? നിങ്ങൾക്കറിയോ? അബ്ദുൽ ബാസിത്ത് മുഹമ്മദ് തമീമും ഉസ്താദാണോ? മറ്റേ ഷാഡോയിങ്ങിന് വന്നാണോ? അറിയോ? നിങ്ങൾ പരിചയമുണ്ടോ അബ്ദുൽ ബാസിത്ത്? മുഹമ്മദ് അബ്ദുൽ ബാസിത്ത് കേൾക്കുന്നില്ലേ? ക്ലാസ്സിലിങ്ങനെ മിണ്ടാതിരിക്കുക പറയുമ്പോഴേ എന്തെങ്കിലുമായിട്ട് ഇങ്ങനെ ഈ ചിഹ്നങ്ങളൊക്കെ ഇങ്ങനെ വിടുക. ഇതാണ് ഞാൻ ആകണം ഇങ്ങനത്തെ ചിഹ്നങ്ങൾ ഇതാ ചിഹ്നങ്ങൾ. അപ്പം നിങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് വിടണ്ട കേട്ടോ, ഇത് വിടണ്ട, ഇതുമുണ്ട്, ഇത് വിടണ്ട. ഇങ്ങനത്തെ കുറേ ചിഹ്നങ്ങൾ കാണാം. ആ അതും വിടണ്ട. സായുധ വിടാത്തതാണ്. എന്താ നിർത്താത്തത്? ക്ലാസ് എന്താ നിർത്താത്തത് എന്നുള്ള കരണ്ട ചിഹ്നമാണത്. അത് വിടാൻ പാടില്ല. നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. മോട്ടിവേഷൻ നമ്മുടെ പ്രവർത്തനത്തിലൊക്കെ മോട്ടിവേഷൻ ആയിക്കൊണ്ടിരിക്കണം. ഇവിടെ ഒരു മോട്ടിവേഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചല്ലോ, പോസിറ്റീവ് നമ്മളെപ്പോഴും പോസിറ്റീവ് സ്ട്രോക്സുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. പോസിറ്റീവായിട്ട് എപ്പോഴും പോസിറ്റീവാണ് നമ്മളാവേണ്ടത്, നെഗറ്റീവായിരുന്നു. ഇവിടെ നിങ്ങൾ ആരാ വന്നത് എന്ന് അറിയോച്ചു. അപ്പോൾ ഉമർലാന്ന് പറഞ്ഞു നോക്ക് നിങ്ങൾ, അള്ളാഹു റസൂലുമാണ്. അള്ളാഹുവിനും റസൂലിനും അറിയാമോ? എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ല. എനിക്കറിയില്ല എന്നാണ് നെഗറ്റീവാണല്ലോ. അപ്പം ഇത് പറയൽ സുന്നത്താണ്. നമുക്കറിയാത്തൊരു കാര്യം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു ആലം എന്ന് പറയൽ സുന്നത്താണ്. അപ്പോൾ അത് പോസിറ്റീവാണ്. നമ്മൾ ശരിക്കും ഹദീസും തഫ്സീറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവ് കിട്ടാൻ വേണ്ടി വേറെ എവിടേക്കും പോകേണ്ട കാര്യമില്ല, അതിൽ തന്നെ കിട്ടും. ഏറ്റവും വലിയ പോസിറ്റീവ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരാളെ കുറ്റപ്പെടുത്തരുത്, അയാളുടെ പ്രശ്നമാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അറിയാത്തത് അറിയില്ല എന്ന് പറയണം. അത് പറയുമ്പോൾ ഒരു മര്യാദ പറയണം. ആളുകളോട് നമ്മൾ പെരുമാറുമ്പോൾ നിബിധങ്ങളുടെ വാക്കുകളും നിബിധങ്ങളുടെ പ്രവൃത്തികളൊക്കെ നോക്കി നിങ്ങൾ എന്ത് രസമാണ്, രസകരമായിട്ടാണ് നിബിധങ്ങളുടെ ജീവിതം ശൈലിയും എല്ലാം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് വരക്കട്ടെ. കുഴപ്പമില്ലല്ലോ. ബഷീർക്ക, സുബൈർക്ക ഉറങ്ങിയോ? സുബൈർക്ക അല്ല, ഉറങ്ങിയോന്നല്ല, ഉറങ്ങിയെന്ന് ചോദിക്കാൻ പാടുള്ള നെഗറ്റീവാണ്. സുബൈർക്ക എവിടെ? വീഡിയോ ഓണാക്കി. ആ ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് ചാരിയിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ഇത്ര നേരം വെള്ളിയാഴ്ച രാവിൽ ഞങ്ങൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലിയ സ്വലാത്തുകളും അവിടുത്തെ ഹദീസുകളും അറിവുകളും ഒക്കെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമല്ല. ഇരട്ടി പ്രതിഫലങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമല്ല. അതുപോലത്തെ പ്രതിഫലം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉസ്താദുമാർ, മാതാപിതാക്കൾ, കുടുംബങ്ങൾ, കൂട്ടുകാർ, അയൽവാസികൾ, സ്നേഹിതന്മാർ എല്ലാവർക്കും നീ എത്തിച്ചു കൊടുക്കണമെന്നല്ല. അവരെയും ഞങ്ങളെയും നിന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിപ്പിക്കണമെന്നല്ല. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാര്യ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, കൂട്ടുകാർ, അയൽവാസികൾ, ഉസ്താദുമാർ എല്ലാവർക്കും ദീർഘ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകണം അല്ല. എല്ലാവരുടെയും എല്ലാ ജോലികളിലും ഖൈറും ബറക്കത്തും നൽകണമല്ല. കടമുള്ളവരുടെ കടങ്ങളും പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുക്കണമല്ല. എല്ലാവിധ ഐശ്വര്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമല്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.